ഹായ് ബോയ്സ്, ആളൊന്നും മാറിയിട്ടില്ല. ഇത് ഞാൻ തന്നെയാണ്. പുതിയ അല്ല, വേഷ ഇരിപ്പുണ്ടല്ലേ, എല്ലാം പോയി. താടിയല്ലേ വളർന്നോളൂ. ചെസ്റ്റ് ആനയുടെ തലയെടുപ്പാണെങ്കിൽ ബാക്ക് നമ്മുടെ സ്ട്രെങ്ത് ആണെന്ന് പറയാൻ പറ്റും. ലാറ്റ്സ് കയ്യിൽ തട്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ കൈ ഇങ്ങനെ വിരിഞ്ഞ് 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 നടക്കണം എന്ന് പറയുന്നത്. ഈ ലാറ്റ്മാനെ കണ്ടിട്ടില്ലേ? ബാക്ക് നമ്മൾ ഏത് ചെയ്യുന്ന ഒരു വർക്കൗട്ടിന് ഒരു ഫൗണ്ടേഷനാണ്. നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്താലും ബാക്കിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം. ലെഗ് ചെയ്യണമെങ്കിൽ ബാക്കിൻ്റെ സ്ട്രെങ്ത് വേണം. ഈവൻ ബൈസെപ്സ് കേൾ നിന്നുകൊണ്ട് ചെയ്യണമെങ്കിൽ തന്നെ ബാക്കിന് സ്ട്രെങ്ത്. അതായത് നമ്മുടെ നടുവാണല്ലോ, നമ്മുടെ നട്ടലാണല്ലോ നമുക്ക് നേരെ നിൽക്കാനായിട്ട് പറ്റുന്നത്. അതായത് നമ്മൾ ഹോമോ ഇറക്ടസിൽ നിന്നാണ് ഹോമോ സേപ്പിയൻസ് ഉണ്ടായത്. ഇറക്ടസ് എന്ന് പറഞ്ഞാൽ ഈ കുനിഞ്ഞും വളഞ്ഞു നിന്നിരുന്ന കുരങ്ങന്മാർ. ഇപ്പോഴും ആ കുരങ്ങന്മാരിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്, ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന കുരങ്ങന്മാരെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. അതായത് ആ ഹോമോ ഇറക്ടസിൽ നിന്ന് ഹോമോ സേപ്പിയൻ, അതായത് സേപ്പിയൻസിലേക്ക് വന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ നേരെ നിൽക്കാനുള്ള കഴിവ് നൽകിയത് നമ്മുടെ നട്ടലാണ്. നേരെ നോക്കാനുള്ള കഴിവാണ് നമുക്ക് നൽകിയത്. അപ്പം അതിനനുബന്ധിച്ച് കിടക്കുന്ന മസിലായതുകൊണ്ട് ബാക്ക് മസിലിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്ങനെ ചെയ്യണമെന്നും എത്ര റെപ്പ് ചെയ്യണമെന്നും എത്ര വെയിറ്റ് എടുത്ത് ചെയ്യണമെന്നൊന്നും ഞാൻ ഇനി പറയണില്ല. കാര്യം മുമ്പുള്ള വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞ് സെറ്റായ സാധനമാണ്. അത് വീണ്ടും പറഞ്ഞ് ഞാൻ ആരോഗ്യമാക്കണില്ല. അതുകൊണ്ട് നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എനിക്ക് 2 ദിവസം കൊണ്ട് ബാക്ക് ചെയ്യാൻ. അപ്പോൾ ബാക്ക് ഡേ 1, ബാക്ക് ഡേ 2. ഡേ 1 ഡംബൽ റോ ആണ്. 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 സെറ്റ് ഡംബൽ റോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കി എല്ലാവർക്കും ഡംബൽ റോ അറിയാം. കാര്യം ഡംബൽ റോ എല്ലാവരും ചെയ്തിട്ടുള്ള തന്നെ ഒരു ജിമ്മിൽ പോകുമ്പോൾ ആദ്യമായിട്ട് ബാക്ക് വർക്കൗട്ടിന് ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് എല്ലാവരും കൊടുക്കുന്നതാണ് ഡംബൽ റോ. അപ്പോൾ ഡംബൽ റോ നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതിനാണ് ഇവിടെ കാര്യം. ഞാൻ ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം. ഞാൻ അത് ചുമ്മാ വലിച്ചിങ്ങെടുത്ത് കയറ്റല്ല. ഞാൻ എപ്പോഴും ഓരോ റെപ്പും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതിന്റെ കാര്യം, ഡംബൽ എടുത്ത് പോക്കറ്റിൽ കയറ്റാൻ പറ്റും പോലെയാണ് ഞാൻ. ഡംബൽ എടുത്ത് പോക്കറ്റിൽ വെക്കുമ്പോൾ അതെനിക്ക് കറക്റ്റ് മൂവ്മെന്റ്, കറക്റ്റ് ബാക്ക് പിടിക്കുന്നുണ്ട്. അതേസമയം നമ്മളിങ്ങനെ ചെസ്റ്റിലേക്ക് ചേർത്ത് ഇങ്ങനെ വലിക്കുന്നത് പോലെയല്ല പോക്കറ്റിലോട്ട് ചേർക്കണം. അത് കുറച്ചുകൂടെ പാടാണ്. അപ്പം ഡംബൽ റോ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ബാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധനം, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ സ്ട്രെച്ച് കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തിയാലേ അവിടെ കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു ബാക്ക് വർക്കൗട്ടിലും അത് അനിവാര്യമായിട്ടുള്ളൊരു സാധനമാണ്. നെഗറ്റീവ് പോർഷൻ വളരെ സ്ലോ ആയിട്ട് ചെയ്യണം. നെഗറ്റീവ് പോർഷൻ നമുക്ക് പറ്റാവുന്ന രീതിയിൽ സ്ലോ ആയിട്ട് ചെയ്താലേ അവിടെ അത്രയും സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഓരോ വർക്കൗട്ടിലും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, എൻ്റെ നെഗറ്റീവ് പോർഷൻ വളരെ സ്ലോ ആയിരിക്കും. രണ്ടാമത്തെ വർക്കൗട്ട് മെഷീൻ്റെ ലാറ്റ്സ് പുൾ ഡൗൺ. ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ലാറ്റ്സ് പുൾ ഡൗൺ. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയണില്ല. കാര്യം ചിലപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലോട്ട് പറ. മൂന്നാമത്തെ വർക്കൗട്ട് നമുക്ക് കാലാകാലങ്ങളായിട്ട് സിൽവർ തൊട്ട് ഇങ്ങറ്റം വരെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും ഇപ്പം ചെയ്യാറില്ല, എന്നാലും ഞാൻ ചെയ്യാറുണ്ട്. അത് ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്തൊരു സാധനമാണ്. നമുക്ക് ഡംബിൾ റോ പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബാക്ക് വർക്കൗട്ടാണ് ടീ ബാർ. അപ്പോൾ ചോദിക്കാം, ടീ ബാർ റോ ചെയ്യാനായിട്ട് മറ്റേ ഗ്രിപ്പും സാധനങ്ങളൊന്നും ഇല്ല. അത് നിന്റെയൊക്കെ ഗ്രിപ്പ് താണ്ട് ഇത് തന്നെ, നിന്റെയൊക്കെ കൈ ഇതിൻ്റെ ഇടയിൽ ആ ബാർ വെച്ചിട്ട് വലിച്ചങ്ങ് ചെയ്താൽ മതി. ടീ ബാർ റോ ആണ് ബാക്കിന്റെ തിക്നെസ് ഇത്ര കൂട്ടിത്തരുന്നൊരു സാധനം വേറൊന്നുമില്ല. ബാക്കിന്റെ നല്ല സാധാ പോലെ അടിപൊളിയായിട്ട് തിക്നെസ് കിട്ടുന്ന സാധനമാണ് ടീ ബാർ റോ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ബാക്ക് നേരെയല്ല ചെയ്യുന്നത്, ബാക്ക് റാ പോലെയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് നടു പിടിക്കൂലേ? നടു പിടിക്കുന്നതല്ല, നമ്മൾ അവിടെ അർണോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ആ ബാക്ക് റാ പോലെ ഇടുമ്പോൾ നമുക്ക് അത്രയും സ്ട്രെച്ച് ഫീൽ ചെയ്യുക. അതേസമയം ഈ മൂവ്മെന്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നടു പിടിക്കൂല. കാര്യം ഇങ്ങനെ ഒരു നടുക്കുന്നാണ്, നമ്മൾ ഒറ്റ ബാറിനാണ് പിടിക്കണം. അതേസമയം മറ്റേ നമ്മുടെ സാധാരണ ബാർബൽ റോയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്, 2 കൈ കൊണ്ട് പിടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നടു റാ ആക്കാൻ നിന്ന നടു നല്ല രീതിക്ക് പിടിക്കും. പക്ഷെ ഇത് ആ മൂവ്മെന്റ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് റാ ആക്കി ചെയ്യുമ്പോൾ പ്രശ്നം വരില്ല. അതാണ് കറക്റ്റ് അതിന്റെ ഫോം, പിടിക്കാനുള്ള കറക്റ്റ് ഫോം. ഏറ്റവും അവസാനത്തെ വർക്കൗട്ടായിട്ട് എനിക്ക് പറയാനുള്ളത് പുള്ളപ്പ് ഒരു വർക്കൗട്ടാണോ? പുള്ളപ്പേ ഒരു വർക്കൗട്ടാണ്. സാധാ പുള്ളപ്പല്ല, വെയിറ്റഡ് പുള്ളപ്പ് അടിക്കാൻ പറ്റാത്തവർക്ക് സാധാ പുള്ളപ്പ് അടിക്കുക. ഒരു 3 സെറ്റ് 4 സെറ്റൊക്കെ സാധാ പുള്ളപ്പ് അടിപ്പിക്കുക. ആദ്യത്തെ ബാക്ക് ഡേ ചെയ്തതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടാമത്തെ ബാക്ക് ഡേ അന്ന് ഞാൻ ഡംബൽ റോ ആണ് ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ ബാർബൽ റോ ചെയ്യുന്നു. ബാർബൽ റോ ഫോം പിടിക്കാവുന്ന രീതിയിൽ നെഗറ്റീവ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ പിടിച്ച് ഞാൻ അത്രയാണ്. അത് എല്ലാവരും നെഗറ്റീവ് പോർഷൻ കറക്റ്റാ ഫോക്കസ് ചെയ്തിരുന്ന ബാക്ക് ഗ്രോത്ത് നല്ല രീതിക്ക് ഉണ്ടാവും. അല്ലാതെ മാട്ടയടി അടിക്കുന്നതിന് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയേ കിട്ടുള്ളൂ. അതിപ്പോൾ ഞാൻ വീണ്ടും പറയില്ല, ക്വാളിറ്റി ഓഫ് ദ റെപ്സ് എന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഇവിടെ വേണമെന്നുള്ളവനാണെങ്കിൽ കൂടുതൽ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കാര്യങ്ങൾ ഈ വർക്കൗട്ട് പറഞ്ഞു കൊടുത്താൽ വേണമെന്നുള്ളവനാണെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ചെയ്താലാണ് അങ്ങനെ കിട്ടുന്നത്. സംഭവം വൃത്തിയായിട്ട് ചെയ്താലേ ഇത് കിട്ടുള്ളൂ. അല്ലാതെ ചുമ്മാ കണകുണ ചെയ്ത് വയ്ക്കും മണിക്കൂറുകളോളം അവിടെ കളഞ്ഞിട്ട് പോകണവന് അത് മതിയായിരിക്കുക. നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം കുറഞ്ഞ സമയത്തിൽ നല്ല രീതിക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ ക്വാളിറ്റി ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അവന് സ്വയം അവൻ്റെ ആവശ്യം പോലെ ഇരിക്കും. നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ ആവശ്യം പോലെ ഇരിക്കും. ഞാൻ
കൂടുതലോട്ട് ഞാൻ മോട്ടിവേഷനിലോട്ട് കിടക്കുന്നു. മോട്ടിവേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് അടുത്ത വീഡിയോ മോട്ടിവേഷനെ പറ്റി. A2-ലെ രണ്ടാമത്തെ വർക്കൗട്ട് ലാറ്റ് പുൾ ഡൗൺ. ലാറ്റ് പുൾ ഡൗൺ കേബിളിലാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ബാർ ആണ്, ലാറ്റ് പുൾ ഡൗണിന്റെ ബാർ അല്ല. സ്ട്രെയിറ്റ് ബാറിൽ റിവേഴ്സ് ഗ്രിപ്പ് പിടിച്ച് അത് ചെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുക. അതേപോലെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ മൂന്നാമത്തെ വർക്കൗട്ട് സ്ട്രെയിറ്റ് ബാർ ഇട്ടിട്ട് സീറ്റഡ് റോ. അവിടെ കുറച്ചൊരു വലിയ ബാർ എടുക്കണം, അത് വെച്ച് സീറ്റഡ് റോ പൊക്കിളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. നമ്മൾ ഇരിക്കുന്ന സീറ്റഡ് പൊസിഷൻ അപ്രൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫോർവേഡ് ലീൻ ആയിരിക്കും. നമ്മൾ ഈ ബാർ വലിച്ചുകൊണ്ട് പിറകിലോട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ വലിച്ച് ബാക്കിലോട്ടല്ല പോവേണ്ടത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം പൊസിഷൻ ഇപ്പം നമ്മൾ മുന്നോട്ട് ലീൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഇത് ഇങ്ങനെ കൈ വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് എൻ്റെ പൊസിഷൻ ഇതുവരെ ആവാം. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകല്, അത് കഴിഞ്ഞിങ്ങോട്ട് പോയ അവിടെ കാര്യമില്ല. നമ്മുടെ ആക്ടിവേഷൻ മൂവ്മെന്റ് ഇത്ര റീജിയനാണ്. അപ്പോൾ അതിനകത്ത് തന്നെ മാക്സിമം നിർത്താനായിട്ട് ശ്രമിക്കുക. അതായത് ഈ വീഡിയോ കണ്ടാൽ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. A lot of people lean back, so you got to stay forward. He's not even going 90. That's the point. Most people cheat and lay back. നാലാമത്തെ വർക്കൗട്ട് ഡെഡ് ലിഫ്റ്റ്. എനിക്ക് ജനറലി മുമ്പേ ഒരു ഡെഡ് ലിഫ്റ്റ് ചെയ്ത് ശീലമുണ്ട്. ഞാൻ മുമ്പ് അത്ലറ്റിക്സിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് ശീലം ഉള്ളതുകൊണ്ട് അത് കറക്റ്റായി ചെയ്യാനായിട്ട് അറിഞ്ഞൂടാത്ത ഈ സാധനം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇത് ഹയർ ദ റിസ്ക് ഹയർ ദ റിവാർഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ടോട്ടലി അറൗണ്ട് ഒരു 13 മസിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിടിക്കാം. അപ്പോൾ 13 മസിൽ പിടിക്കുക. അപ്പോൾ അത്രയും കിടില സാധനമാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. പൊളിയൊക്കെ തന്നെ, പക്ഷെ തെറ്റിയാൽ നമുക്ക് അത്രയും റോങ് ആയിട്ടും ഇഞ്ചുറി ആവാനും സാധ്യതയുള്ളൊരു സാധനം ഇതേപോലെ വേറെ ഒന്നുമില്ല. ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാര്യം, ഈ വർക്കൗട്ടുകളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള വർക്കൗട്ടാണ്. പക്ഷേ ഇതൊക്കെ ഹൈലി എഫക്റ്റീവാണ്. നമ്മൾ ഈ കാലാകാലങ്ങളായിട്ട് ആളുകൾ ചെയ്ത് പഴക്കമായിട്ട് വന്നിട്ടുള്ള നല്ല വർക്കൗട്ടുകളാണ് ഇതൊക്കെ. ബാക്കിന് വിഡ്ത്തും ബാക്കിന് തിക്നെസ്സും കൊണ്ടുവരുന്ന വർക്കൗട്ടുകളാണ് ഇതൊക്കെ. ഇത് ഒഴിവാക്കിയിട്ട് വേറെ കേബിളിൽ ഇങ്ങനെ ചെയ്യുക, കേബിൾ സിംഗിൾ ആം ചെയ്യുക, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതൊന്നും എന്താ ഞാൻ എപ്പോഴും പറയും പോലെ ലോങ് റൺ നമ്മുടെ ശരീരത്തിൽ കിടക്കൂല. നമുക്ക് നല്ല രീതിയിൽ തിക്നെസ്സും ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ബാർ ഇരുമ്പെടുത്ത് തന്നെ പെർഫോം ചെയ്താലേ പറ്റുള്ളൂ. ഈ കേബിൾ എന്ന് പറഞ്ഞ സംഭവം തന്നെ, കേബിൾ ഡ്രോ മെഷീനൊക്കെ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്. അതുവരെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കൗട്ടുകളാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരീരത്ത് അതൊക്കെ കിടക്കും, അതൊന്നും എവിടെയും പോകില്ല. ആ ആരോഗ്യം നമുക്ക് കിടക്കും. പണ്ട് മുതലുള്ള ആളുകൾ നല്ല ബാക്ക് ഉണ്ടായിരുന്നു, നല്ല ബാക്ക് മസിൽസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിക്ക് വിറവ് കിട്ടും. വിറവ് കിട്ടുന്നത് തന്നെ ആ ബാക്കിൻ്റെ നടുവിൻ്റെ ആരോഗ്യം. ആളുകൾ വിറവ് വെട്ടാതെ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളും തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾക്ക് നടുവിനൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഇവിടെ വീട്ടിൽ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വിറവ് ഞാൻ തന്നെയാണ് കെട്ടിക്കീറാറ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് ആ നല്ലൊരു ഫിഗറും നല്ലൊരു ട്രാപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എനിക്ക് ബാക്ക് കുറച്ചുകൂടെ എൻ്റെ ബാക്കി ബോഡി പാർട്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു പോർഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് ഈ വിറവ് വെട്ടി കിട്ടിയത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരടുത്ത് പോയി വിറവ് വെട്ടാൻ പറയാൻ പറ്റുമോ? എനിക്കത് പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് വേറൊരു പരിപാടി ചെയ്യാം. അവർ ജിമ്മിൽ ടയർ ഉണ്ടെങ്കിൽ അതിൽ ഹാമർ വെച്ചിട്ട് അടിക്കാം. പല വെയിറ്റുള്ള ഹാമർ കിട്ടും. ആ ഹാമർ വെച്ച് അത് നല്ലൊരു വർക്കൗട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ പുതിയ പയ്യന്മാരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഡെഡ് ലിഫ്റ്റ് അടിക്കണം, ടീ ബാർ ഒക്കെ അടിക്കാം, കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് ഫൗണ്ടേഷൻ വേണം. ഏതൊരു സാധനം ചെയ്താലും അവന്മാർക്ക് അത്യാവശ്യത്തിനുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ കാര്യം നടക്കുള്ളൂ. ഈ പയ്യന്മാരുടെ അടുത്ത് പോയി പുള്ള പഠിക്കാൻ പറഞ്ഞാൽ അവന്മാർക്ക് 1 എണ്ണോ അല്ലെങ്കിൽ 2 എണ്ണം പോലും അടിക്കാൻ പറ്റില്ല. അതായത് സ്വന്തം ശരീരം ഈ കൈ കൊണ്ട് പിടിച്ചെടുത്ത് പൊക്കാനുള്ള ആരോഗ്യം അവന്മാർക്കില്ല. അത്രയും ബാക്ക് മസിൽ വീക്ക് ആയതുകൊണ്ടാണ് അവന്മാർക്ക് എടുത്ത് പൊക്കാൻ പറ്റാത്തത്. ഈ പയ്യന്മാർ എങ്ങനെയാണ് ഡെഡ് ലിഫ്റ്റ് അടിക്കുന്നത്? ആ ഒരു ഡെഡ് ലിഫ്റ്റിൽ നമ്മൾ എടുക്കുന്ന വെയിറ്റ് ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ 1 മടങ്ങോ 2 മടങ്ങോ അധികമായിട്ടുള്ള വെയിറ്റുകളൊക്കെയാണ് നമ്മൾ അതിലെടുക്കണം. ആ സ്വന്തം വെയിറ്റ് ബാറിന് മുകളിൽ പിടിച്ച് പൊക്കാൻ പറ്റാത്തവ എങ്ങനെയാണ് സ്വന്തം കൈ കൊണ്ട് ഇത്രയും വെയിറ്റ് എടുത്ത് പൊക്കണത്? അത് നടുവിന് എന്തുമാത്രം പ്രശ്നമുണ്ടെന്ന് അവന്മാർ ആലോചിക്കുന്നില്ല. ഇത് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആ വെയിറ്റ് എടുത്ത് പൊക്കണതും ജിമ്മിൽ എല്ലാവരും നിന്നിങ്ങനെ നോക്കണം, ഇതൊക്കെ കാണുമ്പം പയ്യന്മാരിങ്ങനെ ഫാസിനേറ്റഡ് ആയിട്ട് വരെയാണ്. നമ്മൾ ഡെഡ് ലിഫ്റ്റ് ഏത് പയ്യന്മാരടിക്കണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും ആരും പറഞ്ഞു തരണില്ല. ഡെഡ് ലിഫ്റ്റ് എത്ര നാൾ ജിമ്മിൽ പോയിട്ട് എത്ര നാൾ കഴിഞ്ഞ് ഡെഡ് ലിഫ്റ്റ് അടിക്കുക എന്നുള്ളൊരു കണക്കൊന്നുമില്ല. പക്ഷേ അവരവരുടെ ആരോഗ്യം പോലെയും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത് പോലെയൊക്കെ ഇരിക്കും. ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു മെഷീൻ എല്ലാ ജിമ്മിലും ഏതാണ്ട് കാണും. നമ്മൾ അതിൽ കയറി നിൽക്കുന്ന അല്ലെങ്കിൽ കയറി കിടക്കുന്ന ഏറ്റവും ലോവർ ബാക്ക് സ്ട്രെച്ച് ചെയ്യുന്ന ഇങ്ങനെ കിടന്നിട്ട് ഒരു ലോവർ ബാക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. ഇത് അപ്പർ ബോഡി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് അതാണ് ഈ വീഡിയോയിൽ കണ്ട. Keep the lower back tight, keep the chest up, and hinge at your hips to feel your hamstrings. If you're using a weighted version of this exercise, hold the weight in front of your chest, flush to your body. പയ്യെ നമുക്ക് ബാക്കിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിക്കൊണ്ടുവരണം. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 30-40 റെപ്പൊക്കെ നമുക്ക് അതിൽ നിന്ന് സിമ്പിളായിട്ട് അടിക്കാൻ, ഒറ്റ സെറ്റിൽ നമുക്ക് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ട്രെങ്ത് ആയി കഴിഞ്ഞു. എപ്പോൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ സമയമായെന്ന് ഞാൻ പറഞ്ഞില്ല.
പിന്നെ അതിൽ നമ്മൾ വെയിറ്റ് നെഞ്ചിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ആ വെയിറ്റഡ് ആയിട്ടുള്ള ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യണം. അങ്ങനെ ചെയ്ത് പയ്യെ ഡംബൽ എടുക്കണം. ഡംബൽ എടുത്തിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് തുടങ്ങും. ഡെഡ് ലിഫ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ പല മൂവ്മെന്റുകളുണ്ട്. കുറച്ച് ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അല്ലാതെ ഡെഡ് ലിഫ്റ്റ് അടിച്ച് ശീലമുള്ളവരാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുക, ഞാൻ ഒന്നും പറയാനില്ല. നമുക്ക് മിനിമം ആയിട്ടുള്ള ഒരു ബാക്കിന്റെ സ്ട്രെങ്ത് വേണമെങ്കിൽ ഉള്ള പഠിച്ചേ പറ്റുള്ളൂ. ഫുൾ സ്ട്രെങ്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ബാക്കിന്റെ സ്ട്രെങ്ത് ഇൻവോൾവ് ആയിരുന്നാൽ നമുക്കത് വളരെ രീതിയിൽ ഒരുപാട് വർക്കൗട്ടുകൾക്ക് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ബേസിക് ആയിട്ടുള്ളത് നമുക്കൊരു കോർ സ്ട്രെങ്ത് കിട്ടും. നേരെ നിൽക്കാനുള്ളത് ഒരു പൊട്ടനെ പോലെ എപ്പോഴും തലയും താത്തിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കരുത്. നമ്മൾ നെഞ്ച് വിരിച്ച് ആണിനെ പോലെ നമ്മൾ നടക്കണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഓവറായിട്ട് വലിച്ചഴക്കണില്ല. ആവശ്യമില്ലാതെ ഉള്ള പണിയൊന്നും വാങ്ങിച്ച് വെക്കാതെ സേഫായിട്ട് വർക്കൗട്ട് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള വർക്കൗട്ട് ഫോളോ ചെയ്യുക. പയ്യെ വെയിറ്റ് പ്രോഗ്രഷൻ ചെയ്യുക. റെപ്പിന്റെ ക്വാളിറ്റി ഫോക്കസ് ചെയ്യുക. വെയിറ്റ് സെലക്ട് കറക്റ്റായി ചെയ്യുക. പിന്നെ ടേസ്റ്റ് അത് നമ്മുടെ ക്ഷമ ഒരിക്കലും കൈവിടാതിരിക്കുക. നമ്മൾ ക്ഷമയോടെ കറക്റ്റായിട്ട് ഡയറ്റ് നോക്കി പക്കയായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാം ശരിയാവും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ഇട്ട് ഊക്കാതെ വല്ല കമന്റുകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഊക്കാനുള്ളത് വരുമായിരിക്കും, വരാനുള്ളത് വരും. അപ്പം നമുക്ക് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.